ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു TMR രീതിയിൽ തീറ്റ കൊടുക്കുന്നതിനെ പറ്റിയും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തീറ്റ കൊടുക്കേണ്ടതെന്നും. അതിലൂടെ അന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായും പരാമർശിച്ചത് ഞങ്ങളുടെ ഫാമിലെ പശുക്കൾക്ക് കുളമ്പിനുണ്ടായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഈ TMR മെത്തേഡിലൂടെ പരിഹരിക്കപ്പെട്ടതായിരുന്നു. പക്ഷേ ഇന്നത്തെ വീഡിയോയിലും ഞാൻ TMR രീതിയെ പറ്റി തന്നെയാണ് കൂടുതലായും പ്രതിപാദിക്കുന്നത്. പക്ഷേ കുളമ്പുകളെ ബാധിച്ച അസുഖങ്ങളെ പറ്റി അല്ലാതെ ഈ TMR രീതിയിൽ തീറ്റ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ, ഇത്തരത്തിൽ ശരിയായ രീതിയിലല്ല തീറ്റ കൊടുക്കുന്നത് എങ്കിൽ ഉണ്ടാകുന്ന ദോഷവശങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, പൊതുവെ ഇന്നത്തെ കാലത്ത് പാലുൽപാദന ശേഷി കൂടുതലുള്ള, അതായത് ഞങ്ങളുടെ ഈ ഒരു ചുറ്റുവട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഞങ്ങളുടെ ക്ഷീരസംഘം, അതായത് ഞാൻ വയനാട് ജില്ലയിലെ പുൽപ്പള്ളി സ്വദേശിയാണ്. ഞങ്ങളുടെ പുൽപ്പള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘം എന്ന് പറയുന്നത് കുറച്ച് നാളുകൾ മുന്നേ വരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാല് സംഭരിച്ചുകൊണ്ടിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു. നമ്മുടെ ഒരു പക്ഷേ കണക്കെടുക്കുകയാണ് എങ്കിൽ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാമുകൾ നിലനിൽക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ പഞ്ചായത്തായിരിക്കാം. എൻ്റെ ഈ ഒരു ചുറ്റുവട്ട പ്രദേശത്ത് തന്നെ ഒരു 8-10 ഫാമുകളുമുണ്ട്. അവിടെയൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ആവറേജ് 20 ലിറ്റർ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പാലുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പശുക്കളാണ്. അപ്പോൾ അവയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പണ്ടത്തെ നാടൻ പശുക്കളെ പോലെയല്ല. ഒത്തിരി അസുഖങ്ങൾ, അതായത് തൈലേറിയ, ബബീഷ്യ, അനാപ്ലാസ്മ, അകിട് വീക്കം, അത്തരത്തിലുള്ള പലവിധ രോഗങ്ങൾ അടിക്കടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതെല്ലാം ബാധിക്കുന്നത് പാലുൽപാദനത്തെയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം നമുക്കറിയാം, പശുക്കൾ ഇത്തരത്തിൽ പാലുൽപാദന ശേഷി നല്ല രീതിയിൽ നമുക്ക് തുടർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടും പശുക്കളുടെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശരിയായ തീറ്റക്രമമാണ്. പൊതുവെ എല്ലാവരും ചിലർ ചെയ്യുന്നൊരു രീതിയാണ് കൂടുതൽ പാല് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ കാലിത്തീറ്റ നൽകി പശുക്കളെ പരിപാലിക്കുക എന്നുള്ളത്. പക്ഷേ ഒരിക്കലും നമ്മൾ അത്തരത്തിലൊരു പ്രവണത തുടരേണ്ടത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, അത്തരത്തിൽ കാലിത്തീറ്റ അമിതമായി കിട്ടുന്ന പശുക്കൾ അല്ലെങ്കിൽ കഴിക്കുന്ന പശുക്കൾ ക്രമാതീതമായും അവയുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു പക്ഷേ ആ കാലിത്തീറ്റ കൂടുതൽ കൊടുക്കുമ്പോൾ, ഞാനിന്ന് പ്രതിപാദിക്കുന്ന പ്രധാനമായിട്ടും കാലിത്തീറ്റ കൂടുതലായി കൊടുക്കുന്ന പശുക്കളിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയും അതുപോലെ കാലിത്തീറ്റയും പുല്ലും മാത്രം കൊടുത്ത് വളർത്തുന്ന പശുക്കളെ പറ്റിയും പിന്നെ പുല്ല് കൊടുക്കാതെ ചോളത്തണ്ട്, സൈലേജ് അത് മാത്രം കൊടുത്ത് വളർത്തുന്ന പശുക്കളെ പറ്റിയുമാണ്. കാലിത്തീറ്റ കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ നമുക്ക് കാലിത്തീറ്റ കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ ആ കൊടുക്കാൻ തുടങ്ങിയ കുറച്ച് നാളുകൾക്കുള്ളിൽ പാലുൽപാദന ശേഷി വളരെ കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നതായി കാണാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ അതിന് ശേഷം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരു പശുവിനെ സംബന്ധിച്ച് ആ പശുവിൻ്റെ ഇളംകറവ പീരീഡ് എന്ന് പറയുന്നത് പശു പ്രസവിച്ച് 90 ദിവസങ്ങൾക്കുള്ളിലാണ്. അതായത് ആദ്യത്തെ 3 മാസത്തെയാണ് നമ്മൾ ഇളംകറവ എന്ന് പറയുന്നത്. ഈ ഇളംകറവ പീരീഡിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആ ലാക്ടേഷൻ പീരീഡിലെ പാലുൽപാദനം അളവ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അതിൽ തന്നെ പശു പ്രസവിച്ച് 45-ാമത്തെ ദിവസം മുതൽ 60-ാമത്തെ ദിവസത്തിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ അളവിൽ നമുക്ക് പാൽ ലഭിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ശരിയായ തീറ്റക്രമത്തിലൂടെയല്ല ആ പശു പോകുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പാലുൽപാദനം കൂടുതൽ കിട്ടേണ്ട ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പ്രസവിച്ച സമയത്ത് കിട്ടിയ പാല് പോലും കിട്ടാത്ത സാഹചര്യങ്ങൾ വരാറുണ്ട്. അത്തരം പശുക്കളെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പ്രത്യക്ഷത്തിൽ യാതൊരു അസുഖങ്ങളോ തീറ്റയ്ക്ക് മടിയോ ഒന്നും തന്നെ നമുക്ക് കാണാനുണ്ടാവില്ല. പക്ഷേ പശു മെലിഞ്ഞു വരികയും പാലിൻ്റെ അളവ് ക്രമാതീതമായി ഓരോ ദിവസം ചെല്ലുന്തോറും കാരണമില്ലാതെ കുറഞ്ഞു വരുന്നതുമായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കാലിത്തീറ്റ കൂടുതലായിട്ട് പശുവിൻ്റെ വയറ്റിലേക്ക് ചെല്ലുമ്പോൾ ഈ പശു പുല്ല് തിന്ന് വളരാൻ വിധിക്കപ്പെട്ട ഒരു ജീവിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതിൻ്റെ ആമാശയം അല്ലെങ്കിൽ അതിൻ്റെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ പുല്ലിനെ ദഹിപ്പിക്കുന്ന രീതിയിലുള്ള ഘടന അടങ്ങിയതാണ്. അപ്പം ഇത്തരത്തിലുള്ള നമ്മുടെ മനുഷ്യന്മാരുടെ ആമാശയത്തിൽ ദഹന പ്രക്രിയയ്ക്കായി ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ തന്നെ ഈ പശുക്കളുടെ ആമാശയത്തിലും അത്തരത്തിലുള്ള അവസ്ഥകളും പ്രക്രിയകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ
കാലിത്തീറ്റകൾ ഈ ഒഴിഞ്ഞ വയറിലേക്ക് ചെല്ലുമ്പോൾ, അതും അമിതമായിട്ട് ചെല്ലുമ്പോൾ അവിടെ ആസിഡുകളുടെ ഉൽപ്പാദനം കൂടുകയും അതിലൂടെ അസിഡോസിസ് എന്നുള്ളൊരു അവസ്ഥ ഉടലെടുക്കുകയും ചെയ്യുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, അസിഡോസിസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രോഗമല്ല, അതൊരു അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥ സംഭവിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വരും ദിവസങ്ങളിൽ ഈ പശുക്കൾക്ക് ക്ഷീണം സംഭവിക്കുകയും തൽഫലമായിട്ട് പാലുൽപാദന ശേഷി കുറഞ്ഞു വരികയുമാണ് ചെയ്യുന്നത്. അതുകൂടാതെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് ഈ പശുക്കളിലെ ആരോഗ്യം ക്ഷയിക്കും തോറും പുറമേ നിന്നുള്ള അണുക്കൾ അല്ലെങ്കിൽ ബാക്ടീരിയകൾ ഈ ശരീരത്തിന് ചെറുക്കാൻ കഴിയാത്തത് മൂലം പലവിധ രോഗങ്ങൾ, പ്രധാനമായിട്ടും അടിക്കടി ഉണ്ടാകുന്ന അകിട് വീക്കം, അത് ഈ അസിഡോസിസിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അകിട് വീക്കം തുടരെയായി പശുക്കളെ ബാധിക്കുക എന്നുള്ളത്. അത് ഏത് കാലാവസ്ഥയിലാണെങ്കിൽ പോലും ഈ അകിട് വീക്കം സാരമായി തന്നെ ഈ പശുക്കളെ ബാധിക്കുന്നു. അതുപോലെ പ്രത്യക്ഷത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, കാലിത്തീറ്റ അമിതമായി കഴിക്കുന്ന പശുക്കളിൽ ചെന പിടിക്കാനുള്ള കാലതാമസം വളരെയധികം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് കൃത്യമായി ഹീറ്റ്, മതിക്കോള് കാണിക്കാതിരിക്കുക, ആഴ്ചതോറും മതിക്കോളുകൾ കാണിക്കുക, ഒരാഴ്ചയോളം അല്ലെങ്കിൽ 8-10 ദിവസത്തോളം ഒരു ഹീറ്റ് ആരംഭിച്ച് ആ ഹീറ്റ് അങ്ങനെ തന്നെ തുടർന്ന് നിൽക്കുക. ഇതെല്ലാം ഈ കാലിത്തീറ്റ കൂടുതലായിട്ട് ചെല്ലുന്നതിലൂടെ ഉണ്ടാകുന്ന അസിഡോസിസ് എന്നുള്ളൊരു സാഹചര്യം മൂലം അല്ലെങ്കിൽ അവസ്ഥ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതിലെല്ലാം ഉപരിയാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ള കുളമ്പിനെ ബാധിക്കുന്ന അസുഖങ്ങൾ. കുളമ്പ് രോഗമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കുളമ്പിൻ്റെ ചീച്ചിൽ, കുളമ്പ് ദ്രവിക്കുക, കയ്യും കാലും ഒരു കാരണവുമില്ലാതെ നമ്മൾ നോക്കുമ്പം കുളമ്പിന് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല, പക്ഷേ ഇങ്ങനെ കുടയുന്നത് കാണാം. പക്ഷെ നമ്മൾ അതിൻ്റെ അടിഭാഗം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അടി മുഴുവൻ ചെതലരിച്ച പോലെ ദ്രവിച്ചിരിക്കുന്നത് നമുക്ക് ഈ പശുക്കൾ കിടക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഈ അമിതമായിട്ട് കാലിത്തീറ്റ കൊടുക്കുന്നതിലൂടെ അസിഡോസിസ് എന്നുള്ളൊരു അവസ്ഥ സംഭവിക്കുന്നത് മൂലം പശുക്കളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പുല്ല്. നമുക്കറിയാം, പശു പുല്ല് തിന്ന് വളരേണ്ട ഒരു ജീവിയാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ പുല്ലിൻ്റെ ലഭ്യതക്കുറവ് മൂലം കൂടുതലായിട്ടും ചോളത്തണ്ട് അല്ലെങ്കിൽ സൈലേജ്, ഈ 2 വസ്തുക്കൾ കൂടുതലായിട്ടും പശുക്കളിൽ പുല്ലൊരംശം പോലും കൊടുക്കുന്ന കർഷകരെ കാണാൻ സാധിക്കാറുണ്ട്. പക്ഷെ നിങ്ങളിത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പിടുത്തമെങ്കിലും പുല്ല് ഈ പശുക്കൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ കാലിത്തീറ്റൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ചോളത്തണ്ടും സൈലേജും തിന്നുമ്പോൾ ഈ പശുക്കളിൽ സംഭവിക്കുന്നത്. അതും അസിഡോസിസിന് കാരണമാകുന്നു. എന്താണെന്ന് വെച്ചാൽ, ഈ ചോളത്തണ്ട് അല്ലെങ്കിൽ സൈലേജ് കഴിക്കുമ്പോൾ ആമാശയത്തിൽ ക്രമാതീതമായിട്ടും ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടുകയും, അതായത് ഈ പുല്ലിനെ ദഹിപ്പിക്കുന്ന പോലെ തന്നെ ചോളത്തെയും ദഹിപ്പിക്കാനുള്ള പ്രക്രിയയിൽ ആസിഡ് ഉൽപ്പാദനം ക്രമാതീതമായി കൂടുകയും ഈ ആസിഡിനെ നിർവീര്യമാക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് പരിമിതമാണ്. പക്ഷേ അതേസമയം പുല്ല് തിന്ന് ഒരു പിടുത്തമെങ്കിലും പുല്ല് തിന്നുന്ന പശുക്കളാണ് എങ്കിൽ ആ പുല്ല് തിന്നുന്ന പശുവിൽ അയവെട്ടുക എന്നുള്ളൊരു പ്രക്രിയയിലൂടെ, ചോളത്തണ്ട് തിന്നുന്ന പശു അയവെട്ടുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ചോളത്തണ്ട് തിന്നിട്ട് അയവെട്ടുന്നതും പുല്ല് തിന്നിട്ട് അയവെട്ടുന്നതും തമ്മിൽ വ്യത്യാസം കൂടുതലുണ്ട്. പുല്ല് തിന്നുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പശു തിന്നുന്ന അവസരത്തിൽ അത് കൂടുതലായി ചവയ്ക്കാൻ നിൽക്കാതെ അങ്ങനെ അത് വിഴുങ്ങുകയും പിന്നീട് വിശ്രമിക്കുന്ന സമയങ്ങളിൽ ഈ പുല്ലിനെ ബോളുകളായിട്ട് തിരികെ വായിലേക്ക് എടുക്കുകയുമാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ അയവെട്ടുന്ന പ്രക്രിയ എന്ന് പറയുന്നത്. ഈ അയവെട്ടുന്ന സമയത്ത്, പുല്ല് അയവെട്ടുന്ന സമയത്ത് ധാരാളമായിട്ട് ഉമിനീര് ഉൽപ്പാദിപ്പിക്കുകയും ഈ ഉമിനീരിൽ നമ്മുടെ അപ്പക്കാരം അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്ന കണ്ടൻറ്റിൻ്റെ അംശം സ്വാഭാവികമായിട്ടും ഈ പശുവിൻ്റെ ഉമിനീരിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അത് ക്ഷാരഗുണമുള്ള കണ്ടൻറ്റാണ് ഈ ഉമിനീരിൽ സ്വാഭാവികമായിട്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ക്ഷാരഗുണമുള്ള ഉമിനീരിനോടൊപ്പം ഈ അയവെട്ടിയ തീറ്റ വീണ്ടും ആമാശയത്തിലേക്ക് ചെല്ലുമ്പോൾ ആമാശയത്തിൽ അധികമായിട്ടുള്ള ആസിഡിനെ അവിടെ ന്യൂട്രലൈസ് ആക്കി കളയുന്നു. നമുക്കറിയാം, ഒരു ആസിഡും ബേസും ചേർന്നിട്ടുണ്ടെങ്കിൽ അതവിടെ ന്യൂട്രലായിരിക്കും. അപ്പം അത്തരത്തിൽ ഈ പശുക്കളിലെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയും ഇത്തരത്തിലുള്ള ദോഷവശങ്ങളെല്ലാം അവിടെ പശുക്കളിൽ സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഒരു പിടുത്തമെങ്കിലും പുല്ല്
പശുക്കൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ TMR രീതിയിൽ, അതായത് നമ്മൾ എന്തൊക്കെ തീറ്റകൾ പശുക്കൾക്ക് കൊടുക്കുന്നു, അതായത് പുല്ലായിക്കോട്ടെ, ചോളത്തണ്ടായിക്കോട്ടെ, സൈലേജ്, ബിയർ വേസ്റ്റ്, കാലിത്തീറ്റ, പിണ്ണാക്ക്, അത്തരത്തിലുള്ള എന്ത് തീറ്റകളാണെങ്കിൽ പോലും അതെല്ലാം കൂടെ ഇപ്പോൾ 2 നേരമാണ് തീറ്റ കൊടുക്കുന്നതെങ്കിൽ ആ 2 നേരവും, 3 നേരമാണെങ്കിൽ 3 നേരം കൊടുക്കുന്ന എല്ലാ തവണകളിലും ഒരുമിച്ച് കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അത് ഒരുമിച്ച് മിക്സാക്കി കൊടുക്കുവാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യം പുല്ല്, ചോളത്തണ്ട് അതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സാക്കി കൊടുക്കുക. ഇവിടെ ഞങ്ങൾ പൊതുവേ ചെയ്യുന്നത് അങ്ങനെയാണ്. പുല്ലും ചോളത്തണ്ടും കച്ചി അതെല്ലാം കൂടെ ഒരുമിച്ച് ചാഫ് കട്ടറിലിട്ട് അടിച്ചിട്ട് അവിടുന്ന് തന്നെ അത് മൊത്തത്തിൽ കൈകൊണ്ട് മിക്സാക്കും. എന്നിട്ട് അത് ഓരോ കൊട്ട വീതം ഓരോ പശുക്കൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ പുറകെ തന്നെ ഈ പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ കാലിത്തീറ്റയും പിണ്ണാക്കും ചോളപ്പൊടിയും അങ്ങനെ കൊടുക്കുന്ന എന്തൊക്കെ തീറ്റകളുണ്ടോ അതെല്ലാം കൂടെ ഒരു കൊട്ടയിലെടുത്ത് മിക്സാക്കിയിട്ട് അതും അതാത് പശുക്കളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ പശുക്കളുടെ ആ പുൽത്തൊട്ടിയിൽ നിന്ന് തന്നെ നമ്മളത് ഈ പുല്ലുമായിട്ട് മിക്സാക്കിയിട്ട് ഒറ്റ തീറ്റക്കൂട്ടായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ കൊടുക്കാൻ തുടങ്ങിയ പിന്നെയുള്ള മാറ്റങ്ങൾ ഞാൻ മുന്നേ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവരതൊന്ന് കയറി കാണണം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ശരിയായ തീറ്റക്രമത്തിലൂടെ നമ്മുടെ പശുക്കളുടെ ആരോഗ്യം നിലനിർത്താനും അവയുടെ പാലുൽപാദന ശേഷിയെ ക്രമാതീതമായ ആ ഒരേ അളവിൽ തന്നെ നിലനിർത്തി കൃത്യമായ രീതിയിലൂടെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഈ ഒരു രീതി അവലംബിക്കുകയാണെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ ഓൾറെഡി ചെയ്യുന്നവരുണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ കാലിത്തീറ്റ കൂടുതൽ കൊടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നും കൂടി ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബായ്.